ശ്രീ പി ആർ ശിവശങ്കരൻ, ഇതാ നോക്കൂ, 100 സീറ്റ് എന്നുള്ളതാണ് UDF-ന് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരുടെ മിഷൻ 2026-ലെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം എന്താണ്? ഇപ്പോൾ തന്നെ ഇപ്പോഴത്തേതിന് നേരെ തിരിച്ചു വെച്ചാൽ എങ്ങനെയോ എന്നൊരു രാഷ്ട്രീയ സമവാക്യമാണ് UDF ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് 10-11 സീറ്റ് ലോക്സഭയുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ പ്രതീക്ഷ വെക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു UDF-ന്റെ ആത്മവിശ്വാസ പ്രഖ്യാപനത്തെ? ഈ ചർച്ചയുടെ ഹെഡ്ലൈനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മുന്നിൽ രണ്ട് വക്താക്കളും പറഞ്ഞു തീർത്തത്. പക്ഷേ ഞാൻ ഈ പോയിന്റിന് അല്ലെങ്കിൽ നമ്മളുടെ ചർച്ചയുടെ ഹെഡ്ലൈന് അതിന് അനുസൃതമായി തന്നെ കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് കാരണം അവർ പറഞ്ഞ ചില ആരോപണങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് അറിയാത്തത് കൊണ്ടല്ല, ഈ ചാനൽ ചർച്ചയോട് കുറച്ചെങ്കിലും നീതി പുലർത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അത് എൻ്റെ ശ്രോതാക്കളും അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, രാജു പറഞ്ഞത് പിണറായി വിജയൻ്റെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ ഭരണത്തോടുള്ള എതിർപ്പും കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തിയുമാണ് തങ്ങളുടെ 100 സീറ്റ് എന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ എന്നാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഈ സംഘടനയായിട്ട് ബന്ധമില്ലാത്ത, ഈ ചർച്ചയായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞെങ്കിലും അതിൻ്റെ രത്നച്ചുരുക്കം പറഞ്ഞതാണ്. ഇതിനു മുമ്പ് മാതൃഭൂമിയിൽ തന്നെ കാണിച്ചിരുന്നു. അതായത് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന സീറ്റ് മലപ്പുറത്ത് 16 സീറ്റും എറണാകുളത്ത് 12 സീറ്റും കോഴിക്കോട് 8 സീറ്റും ഒക്കെയാണ് ഈ പ്രതീക്ഷിക്കുന്നതെന്ന് മാതൃഭൂമിയിൽ കാണിച്ചാണ്. അത് കോൺഗ്രസിൻ്റെ കണക്കാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരുപക്ഷെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ മാതൃഭൂമി മുന്നോട്ട് വെച്ച കണക്കുകൾ വെച്ചാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് 36 സീറ്റുകൾ ഏതാണ്ട് 3 ജില്ലയിൽ നിന്ന് മാത്രമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി 11 ജില്ലയിൽ നിന്നാണ് 64 സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത്. നോക്കൂ അന്തരം. അപ്പോൾ എവിടെയാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ? മലപ്പുറത്തും കേരളത്തിലെ അടുത്ത എറണാകുളത്തും കോഴിക്കോടും മാത്രമാണ് ഈ കോൺഗ്രസ് ഇത്രയേറെ 3 ജില്ലയിൽ നിന്നാണ് ഏതാണ്ട് 9 സീറ്റുള്ള കോഴിക്കോട് നിന്ന് 8 പ്രതീക്ഷിക്കുന്നു. ബാക്കിയെല്ലാം ഏതാണ്ട് പൂർണ്ണമായി 16-ൽ നിന്ന് 16 പ്രതീക്ഷിക്കുന്നു, 12-ൽ നിന്ന് 14-ൽ നിന്ന് 12 പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ എങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഇവിടുത്തെ ഭരണത്തിനോടുള്ള, കേരളത്തിലെ പിണറായി വിജയൻ്റെ ഭരണത്തോടുള്ള അതൃപ്തിയോ എതിർപ്പോ അല്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംഘടനാപരമല്ല, മറിച്ച് മതന്യൂനപക്ഷങ്ങളിലുള്ള വിശ്വാസം മാത്രമാണ് കോൺഗ്രസിൻ്റെ ഈ അമിത വിശ്വാസം. അതിന് കനകേലു എന്നുള്ള ഒരു കവറിൽ ഒരു എന്താ പറയുക, ഒരു സ്വർണ്ണ കവറിൽ പൊതിഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ്. സത്യത്തിൽ ഇത് മതന്യൂനപക്ഷങ്ങളുടെ വിജയം. അതിന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നടത്തുന്ന ഏറ്റവും വർഗീയ പ്രീണനം. ലീഗ് മാത്രമല്ല, ലീഗിനെ പൂർണ്ണമായും ജമായത്തെ വിഴുങ്ങിയെന്ന് EK പോലുള്ള ആളുകൾ പോലും പറയുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് പാലക്കാടൊക്കെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചപ്പോൾ പരസ്യമായി SDP-യുടെ സെക്രട്ടറിയാണ് കോൺഗ്രസിൻ്റെ കൊടിയും പിടിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രകടനം നടക്കുന്നതും അതുപോലെ തന്നെ പ്രചരണത്തിന് വോട്ട് പിടിക്കാനും അവരുടെ ക്യാമ്പയിൻ നടത്തുന്നത്. അപ്പോൾ പൂർണ്ണമായും മലപ്പുറവും അതുപോലെ തന്നെ പാലക്കാട് ചെറിയ ഏരിയയും കോഴിക്കോടും അതുപോലെ തന്നെ എറണാകുളത്തും മറ്റു ന്യൂനപക്ഷങ്ങളും എല്ലാം ചേർന്ന് കൊണ്ടുള്ള വിജയത്തോടെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കണക്ക് നോക്കൂ. ഇപ്പോൾ 2020-ഉം 2025-ലെയും കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇവർക്ക് 2020 മുസ്ലിം ലീഗിന് 5 സീറ്റ് കിട്ടിയത് ഇത്തവണ 11 സീറ്റായിരിക്കുന്നു. അതിനേക്കാൾ വിചിത്രമാണ് ആലപ്പുഴയിൽ 9 എന്നുള്ളത് 16 ആയിരിക്കുന്നു, ഏതാണ്ട് ഇരട്ടിയായിരിക്കുന്നു. അതുപോലെ തന്നെ എറണാകുളത്ത് 30 എന്നുള്ളത് 64 ആയിരിക്കുന്നു. തൃശ്ശൂർ 39 എന്നുള്ളത് 70 ആയിരിക്കുന്നു. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത, ലീഗിനൊന്നും അത്ര ശക്തിയില്ല എന്ന് വിചാരിക്കുന്ന പല ജില്ലകളിലും, പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂർ ജില്ലകളിലെല്ലാം കൊല്ലത്ത് 15 എന്നുള്ളത് 18 ആയിരിക്കുന്നു. അപ്പോൾ അത്തരം ജില്ലകളിൽ പോലും മുസ്ലിം ലീഗിന് കടന്നു കയറുവാനും അവരുടെ തീരുമാനങ്ങൾ അനുസരിച്ച് ഏതാണ്ട് ഇരട്ടിയോളം പല ജില്ലകളിലും ഈ പറയുന്ന സീറ്റ് വർദ്ധിപ്പിക്കാനും സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും ലീഗ് ഈ സ്ഥലത്തും വർക്കലയടക്കം പല സ്ഥലത്തും പുതിയ സീറ്റ് ആവശ്യപ്പെടും. അതിൻ്റെ ധൈര്യത്തിലാണ് ഈ CPM-ൽ നിന്നും പല സീറ്റ് പിടിക്കാമെന്ന് ഇന്ന് കോൺഗ്രസ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ലീഗിൻ്റെ അടിത്തറയിൽ അല്ലെങ്കിൽ മതന്യൂനപക്ഷത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള UDF-ന്റെ വികസനം അതുമാത്രമാണ് ഇവർ സ്വപ്നം കാണുന്നതും ഇവർ അതിൽ ഒരു ധൈര്യം കാണുന്നതും. കനകേലുവിൻ്റെ റിപ്പോർട്ടോ അല്ലെങ്കിൽ സംഘടനാ ബലമോ പിണറായി വിജയന്റെ ഈ ഭരണത്തോടുള്ള എതിർപ്പോ ഒന്നുമല്ല എന്ന് കണക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇവർ അത് പറയാതെ പറയുകയാണ്. അതുകൊണ്ടാണ് കനകേലുവിനെ അടുക്കളപ്പുറത്ത് വെച്ചിട്ട് പുറത്തേക്ക് വരത്തേക്ക് ഇവർ ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇവർ ഇന്ന് ആഗ്രഹിക്കുന്നത് മറ്റൊരു തരത്തിൽ. ഇപ്പം എനിക്ക് പറയാമെങ്കിൽ 1 മിനിറ്റ് ഞാൻ ആ കാര്യം പറഞ്ഞു.
കാര്യം ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ കോൺഗ്രസിന് വിജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പൊയ്ക്കാല് കെട്ടണം. അത് മുസ്ലിം ലീഗ് പൂർണ്ണമായും ഈ പറയുന്ന വഹാബിസത്തിന് അടിമയായിരിക്കുമെന്ന് രഹസ്യമായും പരസ്യമായും പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഇവരുടെ വിജയതന്ത്രവും വിജയത്തിൻ്റെ രഹസ്യവും അടിസ്ഥാനവും. അല്ലാതെ മറ്റൊരു സംഘടനാ ബലവുമല്ല, കനകേലുമല്ല, റിപ്പോർട്ടല്ല, നിരന്തരമായ ലക്ഷ്യ 2016 എന്നുള്ള വലിയ ഡിസൈൻഡ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിക്കൽ പ്രോഗ്രാമോ ഒന്നുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് മാത്രമാണ് ഇവരുടെ അടിസ്ഥാനം.